നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ആർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യാൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ജ്ഞാനം അത് കൂടുതൽ കൂടുതൽ റിവീൽ ചെയ്യുക, അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസന്റ് വിത്തിൻ മാൻ എന്ന് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. ഈ കോട്ട് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥ അറിവ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഗർഭപാത്രത്തിൽ നിന്നും ഭ്രൂണം ഒരു ഫീറ്റസായി മാറുന്നതും അതിനുശേഷം ശരീരത്തിന് വേണ്ട അംഗങ്ങൾ നിർമ്മിക്കുന്നതും ശരീരത്തിലെ നിയമങ്ങൾ എല്ലാം അത് വളരുംതോറും വേണ്ട രീതിയിൽ കൊണ്ടുവരുന്നതും എല്ലാം ഉള്ളിലുള്ള ആ ജീവൻ നമ്മൾ അതിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്താണ് ബ്ലഡ് പ്രഷർ അറിയാം, എന്താണ് റെസ്പിറേറ്ററി റേറ്റ് അതിനറിയാം. ഓരോ ശരീരത്തിനും അതിന് ആവശ്യമായിട്ടുള്ള ആ അറിവ്, ഓരോ അംഗങ്ങൾക്കും അതിന് ആവശ്യമുള്ള അറിവ് അവിടുന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ആവശ്യത്തിനനുസരിച്ച് വളരുന്നതിനനുസരിച്ചിട്ട് ഉള്ള ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. പക്ഷെ ആ അറിവ് ഉപയോഗിക്കാനുള്ള ഒരു എൻവയൺമെന്റ് നമ്മൾ സൃഷ്ടിക്കണം. ഇതാണ് ഇപ്പോൾ എപ്പിജെനറ്റിക്സ് എന്ന ശാഖയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്. നല്ല ഒരു വിത്തുണ്ടായ പോലെ അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം വേണം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അന്തരീക്ഷം രൂപീകരിക്കുകയാണ്. നല്ലൊരു അന്തരീക്ഷം കുട്ടികൾക്ക് വളരാനായിട്ട്. നമ്മൾ എല്ലാവരും കുട്ടികളാണ്. പക്ഷേ കുട്ടിക്കാലത്തെ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന കുട്ടിത്വം, ആ കുട്ടിത്വത്തിലെ ഇന്നസെൻസ് നഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നിസ്വാർത്ഥമായിട്ട് ഈ അഹംബോധം ആ വളർച്ചയ്ക്ക് തടസ്സം നൽകാതെ ശരിക്കുള്ള എക്സ്പ്രഷൻ കൊണ്ടുവരാൻ സാധിക്കുക. ഇതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിസർച്ച് ചെയ്യേണ്ട കാര്യം. കുറെ കാര്യം അറിഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
നമ്മളിപ്പോ എല്ലാ അറിവും എല്ലാവർക്കും ലഭ്യമാകണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ അറിയാം. കാരണം പലപ്പോഴും സ്വഭാവ രൂപീകരണം സംഭവിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ വലിയ വലിയ അറിവുകൾ വരും. അവർക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്, സ്കില്ലുണ്ട്. ഒരു കത്തി ഉപയോഗിക്കാനുള്ള സ്കില്ലുണ്ട്, മസിലുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടേ, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർ. അതുപോലെ അറ്റോമിക് എനർജി, മൊബൈല് വലിയൊരു ഇതാണ്. മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം. അപ്പൊ അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ശരിയായിട്ടൊരു എഡ്യൂക്കേഷന്റെ രീതി വേണം. അപ്പൊ നമ്മൾ അതേക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ കുട്ടികൾക്ക് ഉള്ളിലുള്ള ആ കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ, കണക്ഷൻ നിലനിർത്താൻ, ഡെവലപ്പ് ചെയ്യാൻ, അത് നിലനിർത്താനുള്ള ആ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കണം, സ്കൂളുകളിലും വീടുകളിലും. അപ്പൊ അതിന് പേരൻസും ആദ്യം ഈ പ്രാക്ടീസിൽ വേണം. നമ്മളെല്ലാവരും കണക്ട് ചെയ്യാണ്. എന്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്? സമാധാനത്തിനും ശാന്തിക്കും സ്നേഹത്തിനും ആണ് ശരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടെ ഹാർമണി ഉണ്ടോ, എൻ്റെ ഹൃദയത്തിൽ അത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഭാരം കൊണ്ടുവരുന്നുണ്ടോ, അതോ ലൈറ്റ്നെസ് കൊണ്ടുവരുന്നുണ്ടോ? സഹജമാർഗത്തില് ക്രിട്ടിക്കലായിട്ട് ഒരു പോയിന്റിനെ കുറിച്ചൊരു ദാജി പറഞ്ഞു, സി പോയിന്റ്, ഇടത്തെ സൈഡിലാണ് സി പോയിന്റ്. ഇതേ കുറിച്ചിട്ട് നിങ്ങൾ സഹജമാർ ലിറ്ററേച്ചർ വായിക്കുമ്പോൾ മനസ്സിലാവും, പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവും അതിന്റെ എഫക്റ്റ്, നമ്മുടെ മെഡിറ്റേഷൻ രീതികളിലൂടെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. സി പോയിന്റിൽ പ്രത്യേകിച്ച് ഒരു മെഡിറ്റേഷൻ, സി പോയിന്റ് വളരെ ക്രൂഷ്യൽ പോയിന്റ് ആണ്. അവിടെയാണ് നമ്മൾ ഈ നോട്ട്സ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ഭാരങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ സെൽഫിഷ്നെസ് കാരണം ഹാർമണിക്ക് പ്രാധാന്യം കൊടുക്കാതെ സ്വാർത്ഥതയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, ഹൃദയത്തിലൊരു ചലനം ഉണ്ടാവുന്നു. നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു തോന്നും വേണ്ട, പക്ഷെ എന്നാലും ചെയ്യും പോയിട്ട്. ജാനാമിമേ ധർമ്മം നചമേ പ്രവൃത്തിം ജാനാമിമേ അധർമ്മം നചമേ നിവൃത്തിം എന്ന് ദുര്യോധനൻ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല ആ ധർമ്മം. അതെന്തുകൊണ്ടാണ്? കാരണം ഹൃദയത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടികൾക്ക് തുടക്കം മുതൽ തന്നെ ഈ ഒരു ബോധമുണ്ടെങ്കിൽ ആ ഭാരം ഉള്ളിൽ വരുന്നുണ്ടോ? ഡിസ്ഹാർമണി കാരണം അന്തരീക്ഷത്തിൽ ആ ക്ലൗഡിനെസ്, നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരും മുഖഭാവമാകുന്നു, വിഷമാവുന്നു, അത് ഉപേക്ഷിക്കുക. ഒരു വാശി പിടിക്കുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ എത്ര വിഷമിക്കുന്നു. അതുപോലെ വലിയ ആൾക്കാർ വലുതാവുമ്പോൾ നമ്മൾ ഒരേ വാശി പിടിക്കുമ്പോൾ, നമ്മൾ ചെറിയ കാര്യത്തിന് എന്നിട്ട ഷർട്ട് വൃത്തി പോരാ, അല്ലെങ്കിൽ അത് ഭക്ഷണം ഉപ്പ് പോരാ എന്ന് പറഞ്ഞിട്ട് ആകെ കോലാഹലം ഉണ്ടാകും. ഇന്ന് രാവിലേക്ക് കാപ്പി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി ജോലിക്ക് പോകാത്ത ആൾക്കാർ. അപ്പൊ എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആവുന്നു അന്തരീക്ഷം, സ്വയം ഡിസ്റ്റർബ്ഡ് ആയി. കാരണം അതുകൊണ്ടല്ലേ ദേഷ്യം വരുന്നത്. അപ്പൊ ആ ഡിസ്റ്റർബൻസ് വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിയിട്ട് അത് അവോയ്ഡ് ചെയ്യാനും കണക്ട് ചെയ്യാനും സാധിക്കുന്ന ഒരു കഴിവ് കുട്ടികളിൽ കൊണ്ടുവരണം. അതാണ് എഡ്യൂക്കേഷൻ. അപ്പൊ നമുക്ക് പല കാര്യങ്ങളും അറിയാം, ആ അറിവ് എപ്പോ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിലെ വിവേകബോധം, വിസ്റ്റം. ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും, സ്കൂളില് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാം. നല്ല ലാംഗ്വേജ് ആണ്, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം, എപ്പോ ഉപയോഗിക്കണം. ഭാഷ കൊണ്ട് കസർത്ത് കാണിച്ചിട്ട് ആൾക്കാരെ വേദനിപ്പിക്കാൻ പറ്റും. ദ്വന്ദ്വാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റും. നേരെ മറിച്ചിട്ട് അനുദ്വേഗകരം വാക്യം, സത്യം പ്രിയഹിതം ചെയ്ത് സ്വാധ്യായാഭ്യസനം ചെയ്യുക മാനസം തവൂച്യത എന്ന് ഭഗവാൻ പറയുന്നു. അനുദ്വേഗകരം, വേദനിപ്പിക്കാതെയും വാക്കുകൾ പറയാം. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. നമ്മൾ സത്യം പറയുമ്പോൾ മറ്റുള്ളവർ വേദനിപ്പിക്കാതെ എങ്ങനെ പറയണം, അതുപോലെ തന്നെ ഇതിപ്പോ പറയണം. അപ്പോൾ വാക്കുകൾ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഇത് സൊസൈറ്റിക്ക് നല്ലതാണോ, എനിക്ക് നല്ലതാണോ, എന്റെ സ്വാർത്ഥ തലത്തിൽ നിന്ന് ഞാൻ എൻ്റെ പേര് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത്, അതോ എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. പല സാഹിത്യ സൃഷ്ടികളും വളരെ വളരെ എന്താ പറയാ മോശമായിട്ടുള്ള വൈബ്രേഷൻസ് ആണ് ലോകത്തിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ പ്രോഗ്രാംസ് ആയാലും പുസ്തകങ്ങളായാലും അമ്മയെക്കുറിച്ച് മോശമായി എഴുതുന്ന പുസ്തകങ്ങൾ, അതുപോലെ തന്നെ മഹാത്മാക്കളെ പറ്റിയിട്ട് മോശമായിട്ട് എഴുതുന്ന കാര്യങ്ങൾ, നമുക്ക് തോന്നിയത് നമ്മൾ എഴുതുക, അങ്ങനെയുള്ള ഉപയോഗം ഭാഷയ്ക്ക് നല്ലതാണ്. അത് ഭാവിയിൽ വരുന്ന ഈ ലോകത്തിന് എന്ത് ഗുണം ചെയ്യും, അത് എവിടെ കാണും? ഭാവി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ പ്രസന്റില് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി സെൽഫിഷ് ആണോ സെൽഫിഷ് അല്ലേ എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ്
നമുക്ക് ഉണ്ടാവും. അതാണ് ഹാർട്ട് സെന്റേർഡ് ആയിട്ട് അപ്രോച്ച്. അപ്പൊ ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.